ഹായ് ഓൾ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇൻടെക്സ്റ്റ് സൈറ്റേഷൻ റൂൾസ് ആണ്. MLA 8th എഡിഷൻ റൂൾസുകൾ ക്രമപ്പെടുത്തിയാണ് നമ്മൾ ഇൻടെക്സ്റ്റ് സൈറ്റേഷൻ റൂൾസ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഫസ്റ്റ്, ഇനീഷ്യലി ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ഹൗ ടു ഇറ്റാലിസൈസ് ദ ടെക്സ്റ്റ്. സം ടെക്സ്റ്റ് have to be italicized and some have to be put in quotes. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ഇറ്റാലിസൈസ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ഇറ്റാലിസൈസ് ചെയ്യേണ്ടാത്തത് എന്നാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. കൊട്ടേഷൻ മാർക്കിൽ ഇടേണ്ടതും ഇറ്റാലിസൈസിൽ ഇടേണ്ടതും ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. Italicize titles if the source is self-contained and independent. Titles of books, not the point, books, plays, films, periodicals, database and website. ഒരു ബുക്കിൻ്റെ പേരോ ഒരു പ്ലേയുടെ പേരോ ഫിലിമിൻ്റെ പേരോ പീരിയോഡിക്കൽസ് ആണോ ഡാറ്റാബേസ് ആണോ വെബ്സൈറ്റ് ആണോ എങ്കിൽ നിങ്ങൾ ഇറ്റാലിസൈസ് ചെയ്തിരിക്കണം. ബട്ട് ഇഫ് ടൈറ്റിൽസ് ലൈക്ക് articles, essays, chapters, poems, web pages, songs and speeches should be placed in quotation marks. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊട്ടേഷൻ മാർക്കിലും അല്ലാത്തത്, അതായത് ബുക്സ്, പ്ലേസ്, ഫിലിംസ്, പീരിയോഡിക്കൽസ്, ഡാറ്റാബേസ് ആൻഡ് കൊട്ടേഷൻ ആൻഡ് വെബ്സൈറ്റ്സ് ഹാവ് ടു ബി പ്ലേസ്ഡ് അണ്ടർ ഇറ്റാലിക്സ് ആൻഡ് ഓൾ അതർ ടൈറ്റിൽസ് അതർ ദാൻ ദീസ് ഹാവ് ടു ബി പ്ലേസ്ഡ് അണ്ടർ കൊട്ടേഷൻ മാർക്സ്. ആർട്ടിക്കിൾസ് ആണെങ്കിലും എസ്സേസ് ആണെങ്കിലും ചാപ്റ്റേഴ്സ് ആണെങ്കിലും പോംസ് ആണെങ്കിലും വെബ് പേജസ് ആണെങ്കിലും സോങ്സ് ആണെങ്കിലും സ്പീച്ചസ് എന്നിവയെല്ലാം തന്നെ കൊട്ടേഷൻ മാർക്കിൽ വേണം പ്ലേസ് ചെയ്യാൻ. സോ ദിസ് ഈസ് ആക്ച്വലി ദി ഇറ്റാലിക് ഓർ ദ ടെക്സ്റ്റ് എങ്ങനെ ചെയ്യണമെന്നുള്ള, ഇറ്റാലിക്സ് ആക്കണോ അതോ കൊട്ടേഷൻ മാർക്കിലാക്കണോ എന്നുള്ളതിൻ്റെ നിയമങ്ങളാണ് ഇത്. ഇനി നമ്മൾ പ്യുവർലി ഇൻടെക്സ്റ്റ് സൈറ്റേഷനിലേക്ക് പോവുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ വേർഡ്സ്വർത്തിൻ്റെ ലിറിക്കൽ ബലാഡ്സ് എന്ന് പറഞ്ഞ ബുക്കിൽ നിന്നും നമ്മൾ ഒരു വരികൾ എടുക്കുകയാണ്. എന്താണ് പോയട്രിയെ പറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? പോയട്രിയെ പറ്റിയുള്ള ഡെഫിനേഷനാണ് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് എന്ന് പറഞ്ഞ് വേർഡ്സ്വർത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പോയട്രീൻ്റെ ഡെഫിനേഷൻ നമ്മൾ എടുക്കുകയാണ്, നമ്മുടെ വർക്കിൽ എടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പ്രോജക്റ്റ് വർക്കിൽ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം. വേർഡ്സ്വർത്ത് സ്റ്റേറ്റഡ് ദ റൊമാൻറ്റിക് പോയട്രി വാസ് മാർക്ക്ഡ് ബൈ, എന്നിട്ട് നമ്മൾ എന്താ എടുത്ത ഭാഗം ഡബിൾ ഇൻവേർട്ടഡ് കോമ കാണിച്ചു, സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്, എന്നിട്ട് പേജ് നമ്പർ 263 എന്നവിടെ മെൻഷൻ ചെയ്തു. ഇനി അതല്ല, വേർഡ്സ്വർത്ത് എന്ന് മെൻഷൻ ചെയ്യാതെ റൊമാൻറ്റിക് പോയട്രി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. അപ്പോൾ ഏത് ബുക്കിൽ ലിറിക്കൽ ബലാഡ്സ് എന്ന് പറഞ്ഞ ആ പുസ്തകത്തിൽ വേർഡ്സ്വർത്ത് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓതറിൻ്റെ പേരറിയാം. അപ്പോൾ ഓതറിൻ്റെ സർനെയിം ആണ് അവിടെ വെക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, വില്യം വേർഡ്സ്വർത്ത് എന്നാണെങ്കിൽ സർനെയിം, അതായത് വേർഡ്സ്വർത്ത് എന്നുള്ള പേര് അവിടെ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഏത് പേജ് നമ്പറിൽ നിന്നാണോ നിങ്ങൾ ഈ കൊട്ടേഷൻ എടുത്തിരിക്കുന്ന ആ പേജ് നമ്പർ അവിടെ എഴുതുക. സോ ദാറ്റ്സ് വെരി ഈസി വേ ഓഫ് ഇൻടെക്സ്റ്റ് സൈറ്റേഷൻ. ഇനി അതല്ല, ഇനി നിങ്ങൾ കൊട്ടേഷൻ മാർക്ക് ഇടാതെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അത് എഴുതുകയാണ്. വേർഡ്സ്വർത്ത് എക്സ്റ്റെൻസീവ്ലി എക്സ്പ്ലോർ ദ റിയൽ ഇമോഷൻ ഇൻ ദ ക്രിയേറ്റീവ് പ്രോസസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ബുക്കിൽ നിന്നും റെഫർ ചെയ്തിട്ടാണ് നിങ്ങളത് എഴുതിയെങ്കിൽ, അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തിയതെങ്കിൽ, നിങ്ങൾ പേജ് നമ്പർ മാത്രം അവിടെ മെൻഷൻ ചെയ്താൽ മതി. കാരണം വേർഡ്സ്വർത്ത് എന്നുള്ള കാര്യം അവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തുകൊണ്ട് 263 എന്ന് മാത്രം ഇട്ടാൽ മതി. ഇനി ഡബിൾ ഇൻവേർട്ടഡ് കോമയിലാണ് ഇടുന്നതെങ്കിൽ, കാരണം അതേപോലെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ പ്ലേജറിസം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? യു ക്യാൻ യൂസ് ഡബിൾ ഇൻവേർട്ടഡ് കോമ ആൻഡ് പ്ലേസ് ദ ഓതേഴ്സ് നെയിം ആൻഡ് പേജ് നമ്പർ. അവിടെ വേറെ കോമയൊന്നും ഇടണ്ട. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആ സെൻറ്റൻസ് എൻഡ് ചെയ്യുന്നത് 263 എന്നുള്ള ആ പേജ് നമ്പർ കഴിഞ്ഞിട്ടാണ് അവിടെ കുത്തിടുന്നത്, ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്. ഇനി അതിലേക്ക് നമ്മൾ എത്തിക്കോളാം. ഓക്കെ, സോ ഇവിടെ താഴെ കാണുന്നത് വർക്ക് സൈറ്റഡ് എഴുതുന്ന റൂളാണ്. തൊട്ട് മുകളിൽ, അതായത് നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ പേജുകളിൽ വരേണ്ട ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻ ആണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ആദ്യത്തെ 3 അതിൻ്റെ എക്സാമ്പിളാണ് ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻ്റെ. ഏറ്റവും താഴെയുള്ളത് വർക്ക് സൈറ്റഡ് ആണ്. ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ ഏതൊക്കെ വർക്കുകൾ നിങ്ങൾ സൈറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വർക്ക് സൈറ്റഡ് നിങ്ങൾ കളക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വർക്ക് സൈറ്റ് റെഫറൻസസ് നിങ്ങൾ കളക്ട് ചെയ്യുമ്പോൾ ഈ ഫോളോയിങ് പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓതറിൻ്റെ മുഴുവൻ പേര്, കംപ്ലീറ്റ് നെയിം, പിന്നെ ബുക്ക് ഏതാണ്, അതുപോലെ തന്നെ എവിടെ നിന്നാണ് ഇത് പബ്ലിഷ് ചെയ്തത്, പ്ലേസ് ഓഫ് പബ്ലിക്കേഷൻ, പിന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഹൂ ഈസ് ദ പബ്ലിഷർ, ദെൻ ഇയർ ഓഫ് പബ്ലിക്കേഷൻ ആൻഡ് സ്റ്റേറ്റ് വെദർ ഇറ്റ് ഈസ് പ്രിൻറ്റ് ഓർ വെബ് എന്നുള്ള കാര്യം കൂടെ മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കി അത് ഒരു ബുക്കിൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ പോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ
എന്ത് ചെയ്യാം, ഫോർദർ റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് എടുക്കാനും സാധിക്കും. സോ ഇറ്റ്സ് വെരി ഈസി ഫോർ യു. ദെൻ കമ്മിങ് ടു ഇൻ-ടെക്സ്റ്റ് സൈറ്റേഷൻ, അനദർ വൺ. ഇതും നമുക്കിപ്പോൾ ഓതറിനെ അറിയാം. നമുക്ക് ഇഫ് വി നോ ദി ഓതർ ദെൻ ഇറ്റ്സ് വെരി ഈസി. ഫോർ എക്സാമ്പിൾ, ഹ്യൂമൻ ബീങ്സ് ഹാവ് ബീൻ ഡിസ്ക്രൈബ്ഡ് ബൈ കെൻത്ത് ബ്രൂക്ക് ആസ് സിമ്പിൾ യൂസിങ് ആനിമൽസ് എന്ന് നമ്മളവിടെ സിമ്പിൾ യൂസിങ് ആനിമൽസ് എന്നുള്ള ആ വേർഡിങ് അവിടെ നമ്മൾ എടുത്തിരിക്കുകയാണ്. ടീച്ചേഴ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് W.comയിൽ നമ്മൾ മെൻഷൻ ചെയ്തു. കെൻത്ത് ബ്രൂക്ക് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതായി. അപ്പോൾ കെൻത്ത് ബ്രൂക്ക് അത് പറഞ്ഞതുകൊണ്ടും അങ്ങനെ എഴുതിയത് കൊണ്ട് ജസ്റ്റ് പേജ് നമ്പർ മാത്രം ഇട്ടാൽ മതി. ഇനി അതേസമയം കെൻത്ത് ബ്രൂക്ക് എന്ന് ഞാൻ അവിടെ അതായത് കെൻത്ത് ബ്രൂക്കിൻ്റെ മെൻഷനിങ് അവിടെ എവിടെയില്ല. ഫോർ എക്സാമ്പിൾ, ഹ്യൂമൻ ബീങ്സ് ഹാവ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് സിമ്പിൾ യൂസിങ് ആനിമൽസ് നിങ്ങളവിടെ W.com ഇട്ടു. അപ്പോൾ W.comയിൽ നിങ്ങൾ അത് ഉള്ളിൽ ഇട്ടിരിക്കുന്ന സാധനം അത് എവിടെ നിന്ന് എടുത്തു? അത് ബ്രൂക്ക്, കെൻത്ത് ബ്രൂക്ക് എന്നുള്ള ബ്രൂക്ക് സർനെയിമാണ്. അപ്പോൾ സർനെയിം എടുത്ത ബ്രൂക്കിൻ്റെ പേര് ബ്രൂക്ക് എന്നെഴുതി 3 എന്നെഴുതി. ദാറ്റ്സ് ഓൾ. കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ. ഇഫ് വി ഡു നോട്ട് നോ ദി ഓതർ, ഇപ്പോൾ ഓതറിൻ്റെ പേര് നമുക്ക് അറിയത്തില്ല. ഇതൊരു എസ്സേയിൽ നിന്ന് എടുത്ത ഭാഗമാണ്. അപ്പോൾ എസ്സേ ആണ്. എസ്സേ ആകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇറ്റാലിസൈസ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, W.comയിലാണ് ഇടേണ്ടത്. അപ്പം ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് എന്ന എസ്സേയുടെ ഏത് പേജ് നമ്പറിലാണെന്നാണോ എടുത്തിരിക്കുന്നത് ആ പേജ് നമ്പർ അവിടെ മെൻഷൻ ചെയ്തു. ഓക്കെ, സോ ദിസ് ഈസ് ദ ടെക്സ്റ്റ് സൈറ്റേഷൻ റൂൾ ഇഫ് യു ഡു നോട്ട് നോ ദി ഓതർ. ഓക്കെ, ഓതേഴ്സ് വിത്ത് സെയിം ലാസ്റ്റ് നെയിംസ്. ഫോർ എക്സാമ്പിൾ, സർനെയിം ഇപ്പോൾ മില്ലർ, ജെ മില്ലർ ഉണ്ടാവും, ജോൺ മില്ലർ, റുദർഫോർഡ് മില്ലർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓതേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അവരുടെ എല്ലാം സൈറ്റുകൾ നിങ്ങൾ ടെക്സ്റ്റ് സൈറ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ടെക്നിക്. ദാറ്റ് മീൻസ്, ഫോർ എക്സാമ്പിൾ, ഓൾദോ സം മെഡിക്കൽ എത്തിക്സ് ക്ലെയിം ദ ക്ലോണിംഗ് വിൽ ലീഡ് ടു ഡിസൈനർ ചിൽഡ്രൻ, others note that advantages for medical research outweigh this consideration. അപ്പോൾ അവരുടെ എന്ത് പറയുക, സർനെയിം മാത്രമല്ല അവരുടെ ഇനീഷ്യൽസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ബെറ്റർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ സെയിം ലാസ്റ്റ് നെയിംസ് ഉള്ള ആളുകളെ നമുക്ക് വേർതിരിച്ച് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. ദാറ്റ് വുഡ് ബി വെരി ഈസി ടെക്നിക്. ഓക്കെ, സോ ദിസ് ഈസ് MLA റൂൾ. വർക്ക്സ് വിത്ത് മൾട്ടിപ്പിൾ ഓതേഴ്സ്. ഒന്നിൽ കൂടുതൽ ഓതേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ എല്ലാം സർനെയിം എടുക്കുക. ഫോർ എക്സാമ്പിൾ, സ്മിത്ത്, യാങ് ആൻഡ് മൂർ ആർഗ്യൂ ദാറ്റ് ടുഗെദർ ഗൺ കൺട്രോൾ ഈസ് നോട്ട് നീഡഡ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അവിടെ പേജ് നമ്പർ എഴുതി ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഇനി അവരുടെ പേര് മെൻഷൻ ചെയ്ത് ഓതർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ആ W.com കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യുമ്പോൾ സ്മിത്ത്, യങ് ആൻഡ് മൂർ അവിടെ എഴുതിയിട്ട് പേജ് നമ്പർ മെൻഷൻ ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് if there is multiple authors എന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, then multiple works by the same author. അപ്പോൾ സെയിം ഓതർ മൾട്ടിപ്പിൾ വർക്ക്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഓതറിൻ്റെ പേര് ആദ്യം ഒന്ന് മെൻഷൻ ചെയ്തതിന് ശേഷം അവരുടെ വർക്കുകൾ അവിടെ എഴുതിയാൽ മതി. കാരണം ഏതൊക്കെ വർക്ക് എന്നുള്ളത് നമുക്ക് പേജ് നമ്പർ മാത്രം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയില്ല ഏത് ബുക്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് വർക്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ലൈറ്റ്നറിൻ്റെ എസ്സേ എന്നുള്ള ഭാഗങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ എസ്സേയുടെ പേരുകൾ W.comയിൽ അവിടെ മെൻഷൻ ചെയ്തിട്ട് പേജ് നമ്പർ അവിടെ എഴുതിയാൽ മതി. ടു സൂണും ഹാൻഡ് ഐ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് 2 വർക്കുകളാണ്. ലൈറ്റ്നർ എന്ന് പറഞ്ഞ ഓതറിൻ്റെ 2 വർക്കുകളാണ്. അതിൽ നിന്ന് എടുത്തിരിക്കുന്ന ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഇൻ ടെക്സ്റ്റ് സൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഈസ് അനദർ എക്സാമ്പിൾ ഫോർ മൾട്ടിപ്പിൾ വർക്ക്സ് ബൈ ദ സെയിം ഓതർ മൾട്ടിപ്പിൾ വർക്ക്സ് ആണ് ചെയ്യുന്നതെങ്കിൽ that technique has to be used. If you want to omit or if you want to add something, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യാനോ ഉണ്ടെങ്കിൽ അതിനും MLA റൂൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു W.comയുടെ ഉള്ളിൽ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് നമുക്കത് ആ വേർഡിങ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഒമിറ്റ് ചെയ്യണമെങ്കിൽ കുത്തുകൾ ഇട്ടിട്ട് എലിപ്സസ് ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കണ്ടിന്യൂവേഷൻ ഉണ്ട് അതിൻ്റെ ആ ഭാഗങ്ങൾ ഒമിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാം. So this is adding or omitting words in text citation. ഇപ്പോൾ ചിലർ ബൈബിളിൽ നിന്നോ അല്ലെങ്കിൽ ഇതുപോലെ എന്താ പറയുക ഒരുപാട് പുസ്തകങ്ങളുള്ള ഒരു വലിയൊരു ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെയാണ് നിങ്ങൾ സൈറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് നിങ്ങൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ, Ezekiel saw what seemed to be 4 living creatures and each faces of man, lion, an ox and eagle എന്ന് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം
ബൈബിളിൽ നിന്നാണെങ്കിൽ ബൈബിൾ, ഖുറാൻ ആണെങ്കിൽ ഖുറാൻ എന്ന് സ്റ്റേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ പുസ്തകത്തിൻ്റെ ആരാണ്, ഇസിക്കിയൽ എന്നുള്ളതാണ്. ഇസിക്കിയൽ, അപ്പോൾ ഇസിക് എന്ന് എഴുതി അതിൻ്റെ സ്റ്റാൻഡേർഡ് അത് അതിനകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പുസ്തകത്തിൽ തന്നെ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അതിൻ്റെ ഷോർട്ട് ഫോം എങ്ങനെയാണെന്നുള്ളത് ഉണ്ടാവും. അത് അവിടെ സ്റ്റേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഏത് വേഴ്സസ് ആണെന്നുള്ള കാര്യം, ഏത് ചാപ്റ്റർ, എത്ര വേഴ്സ് തൊട്ട് ഏത് നമ്പർ വേഴ്സ് തൊട്ട് ഏത് നമ്പർ വേഴ്സ് വരെ എന്നുള്ളതും അവിടെ സ്റ്റേറ്റ് ചെയ്യുന്നു. നേരം പരിചയപ്പെട്ട് 1-2-3 വരികളാണ് വരുന്ന കൊട്ടേഷൻസ് നിങ്ങൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ സൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് സൈറ്റേഷൻ എങ്ങനെയാണ്, അത് റണ്ണിങ് ഓൺ പാരഗ്രാഫിൽ തന്നെ അത് ചേർത്ത് വെച്ചാൽ മതി. എന്നാൽ ഇൻറ്റൻറ്റിങ് ആവശ്യമായിട്ട് വരും. ഇൻറ്റൻറ്റിങ് ഈസ് വെരി മച്ച് നീഡഡ് ഇഫ് ഇറ്റ് ഗോസ് മോർ ദാൻ 3 ലൈൻസ്. 3 വരികളിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ഗോ ഫോർ ഇൻറ്റൻറ്റഡ് ടെക്സ്റ്റ്, അല്ലെങ്കിൽ ഹാങ്ങിങ് ഓൺ ടെക്സ്റ്റ് സൈറ്റേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ടെക്സ്റ്റ് സൈറ്റേഷൻ അവിടെ കാണിക്കേണ്ടി വരും. ഇവിടെ അതിൻ്റെ എക്സാമ്പിളാണ്, നെല്ലി ഡീൻ ട്രീറ്റ്സ് ഹെൽത്ത്ക്ലിഫ് പുവർലി ആൻഡ് ഡീഹ്യൂമനൈസസ് ഹിം ത്രൂ ഔട്ട് ഹെർ നറേഷൻ എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഇൻറ്റൻറ്റ് ചെയ്തിട്ട് ആ പാരഗ്രാഫിനെ കുറച്ച് നീക്കിയിട്ടുണ്ട്. നമുക്ക് ഇൻറ്റൻറ്റ് ചെയ്ത് കുറച്ച് പാരഗ്രാഫിനെ മാറ്റിയതിന് കാരണം അത് ടെക്സ്റ്റ് സൈറ്റഡ് ആണെന്നും അത് 3-ൽ കൂടുതൽ ലൈനുകൾ നിങ്ങൾ എടുത്തിട്ടുണ്ടെന്നും വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നേരത്തെ കാണിച്ച ടെക്സ്റ്റ് സൈറ്റേഷനിൽ ഫുൾ സ്റ്റോപ്പ് ഈ പേജ് നമ്പറിന് ശേഷം വരുന്നതാണെങ്കിൽ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടതിന് ശേഷം ഓഥറിൻ്റെ പേരും പേജ് നമ്പറുമാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻറ്റൻറ്റിങ് ചെയ്യുമ്പോൾ ഈവൻ ഇത് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന കാര്യത്തിലും ബ്രാക്കറ്റ് ഇടുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. സോ ദിസ് ഈസ് ആക്ച്വലി എന്താ പറയുക, പെട്ടെന്ന് ഒരു ഔട്ട്ലൈനിൽ നമ്മൾ പറയുകയാണെങ്കിൽ ടെക്സ്റ്റ് സൈറ്റേഷൻ റൂൾസ്. ഫർദർ ആയിട്ടുള്ള നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ജസ്റ്റ് ഗോ ഫോർ MLA 8th എഡിഷൻ, അതിൽ റെഫർ ചെയ്യുക. ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. MLA 8th എഡിഷനാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സോ പ്ലീസ് സ്റ്റിക്ക് ഓൺ ടു ദീസ് റൂൾസ് ആൻഡ് കംപ്ലീറ്റ് യുവർ പ്രോജക്റ്റ് ബ്യൂട്ടിഫുള്ളി വെൽ. താങ്ക് യു.